Hello everyone, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ബിബിൻ കേസ്. കോക്ടെയിൽ ഫ്രെയിംസിന്റെ ഇന്നത്തെ വീഡിയോ ഒരു മൊബൈൽ അൺബോക്സിംഗ് ആണ്. മോട്ടോറോള ഈ അടുത്തിടെ പുറത്തിറങ്ങിയിരിക്കുന്ന മോട്ടോ ജി 60 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും കോക്ടെയിൽ ഫ്രെയിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടോറോള 3 മാസം മുൻപ് ഈ ഫോൺ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അന്നത്തെ പ്രൈസ് ഏകദേശം 17,990 ആയിരുന്നു. ഇന്നിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ധാരാളം ഓഫറുകൾ വന്നിട്ട് ഏകദേശം 15,900 ഒക്കെ ഉണ്ട്. ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെടുക്കുന്നവർക്ക് വീണ്ടും ഒരു 1,250 രൂപയോളം കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 14,750 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് പോകാം. Moto G60 specifications: 6.8 inch Full HD Plus LCD display, 120 Hz refresh rate, 6 GB RAM and 128 GB ROM, 108 MB plus 8 MB plus 2 MB back camera and 32 MB front camera, 6000 mAh battery, Qualcomm Snapdragon 732G processor and stock Android experience. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ ആദ്യമായി കയ്യിലെടുത്ത് നോക്കുന്ന ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മികച്ച ഒരു ഫിനിഷിംഗ് ആണ് ഫോണിനുള്ളത്. ഇതിന്റെ ബാക്കിലത്തെ കവർ വരുന്നത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതിനൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഗ്ലാസ് ഫിനിഷ് ആണെന്ന് നമുക്ക് തോന്നും. അത്ര നല്ല മേക്കിംഗ് ക്വാളിറ്റി ആയിരുന്നു. ഓപ്പോ, റിയൽമി, ഷവോമി തുടങ്ങിയ മികച്ച ബ്രാൻഡുകൾ മാർക്കറ്റിലുള്ളപ്പോൾ എന്തിന് മോട്ടോറോള എന്ന് സംശയിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ മുൻനിര ബ്രാൻഡുകളോടെല്ലാം മത്സരിക്കാൻ വളരെ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് മോട്ടോറോള മടങ്ങി വന്നിരിക്കുന്നത്. 6 GB റാമിൽ 732G ക്വാൾകോം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് മോട്ടോ ജിയിൽ വരുന്നത്. അതുകൊണ്ട് ഗെയിമിങ്ങിനും വീഡിയോ സ്ട്രീമിങ്ങിനും കമ്പാരിറ്റീവ്ലി ലാഗിംഗ് വളരെ കുറവാണ്. 6.8 ഇഞ്ച് ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് 120 ഹെർട്സിൽ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നമുക്ക് ഡിലേ ഫീൽ ചെയ്യുന്നില്ല. 600 mAh ബാറ്ററി നമ്മുടെ മോട്ടോ G60യുടെ വലിയൊരു അസറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദീർഘനേരം ഗെയിം കളിക്കുന്നവർക്കും അല്ലാതെ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കും ഈ ബാറ്ററി വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ചാർജിങ്ങിന് വേണ്ടിയിട്ട് 20 വോട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ലഭിക്കുന്നു. ഫോണിന്റെ സ്വിച്ചിങ് ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് 3 ബട്ടൺ നമുക്ക് കാണാം. ഒന്ന് പവർ ഓൺ ഓഫ് സ്വിച്ച്, മറ്റൊന്ന് വോളിയം ബ്രോക്കർ, പിന്നെ ഗൂഗിൾ അസിസ്റ്റ്. അടുത്തതായിട്ട് ഇതിന്റെ മേളിലായിട്ട് 3.5 mm ഒരു ഹെഡ് ജാക്ക് കാണാം. അത് കൂടാതെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. ഈ സൈഡിലാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ സിം ട്രേ വരുന്നത്. താഴെ ഒരു മോണോ സ്പീക്കർ ഗ്രില്ല്, അത് കൂടാതെ ഒരു സി ടൈപ്പ് ചാർജിങ് കണക്ഷൻ, പിന്നെ ഒരു മൈക്ക്. മോട്ടോറോള G60 വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതായത് ഒരേ സമയം നമുക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിമ്മ് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലോട്ടാണ്. ഇതിന്റെ ക്യാമറയുടെ പ്രത്യേകതകളൊക്കെ നോക്കാം. 4 ക്യാമറയാണ് കമ്പനി ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ ടൈപ്പിലുള്ള സെൽഫി ക്യാമറ. ബാക്ക് സൈഡിലെ ക്യാമറ സ്ലോട്ടിൽ 3 ക്യാമറകളാണ്. ഏറ്റവും മുകളിലായിട്ട് 8 MB ഒരു വൈഡ് സെൻസർ. അത് തന്നെയാണ് നമ്മൾ മൈക്രോ ആയിട്ടും യൂസ് ചെയ്യുന്നത്. അടുത്തത് 108 MB പ്രൈമറി ക്യാമറ. ഏറ്റവും താഴെ 2 MB ഡെപ്ത് സെൻസർ. എനിക്ക് മോട്ടോ G60 ക്യാമറ സെറ്റിംഗ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഓപ്ഷൻ, ഒന്ന് സ്പോട്ട് കളർ, മറ്റൊന്ന് ഡ്യുവൽ ക്യാപ്ചർ. നമുക്ക് ഈ ഫോണിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഈ പറഞ്ഞ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോട്ടോ G60 സെൽഫി ക്യാമറയിൽ 4Kയിൽ ഷൂട്ട് ചെയ്യുന്ന 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് 4Kയിൽ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഫുൾ HDയിൽ മാത്രമേ നമുക്ക് സ്റ്റെബിലൈസേഷൻ ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ മൈക്രോഫോൺ എക്സ്ട്രാ യൂസ് ചെയ്യാതെ ഫോണിലുള്ള മൈക്രോഫോൺ തന്നെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ സെൽഫി മോഡിൽ ഫുൾ HDയിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. തൊട്ട് മുമ്പെടുത്ത 4Kയിൽ എടുത്ത വീഡിയോയും ഇതും തമ്മിലുള്ള വ്യത്യാസം, ആ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തപ്പോഴുള്ള വ്യത്യാസം ശരിക്കും നമുക്ക് മനസ്സിലാവും. ഇതിൽ ഡ്യുവൽ ക്യാപ്ചർ മോഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്,
മോട്ടോ G60 പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും കിട്ടി കാണുമല്ലോ അല്ലേ? ഒരു 15,000 താഴെ ബഡ്ജറ്റ് ഇട്ട് മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു മൊബൈൽ തന്നെയാണ് മോട്ടോ G60. അപ്പോൾ കോക്ടെയിൽ ഫ്രെയിംസിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അല്പം സമയം ഞങ്ങൾക്ക് തരൂ. തിരിച്ച് അല്പം അറിവും അതിലേറെ വിനോദവും നൽകാമെന്ന ഉറപ്പോടെ കോക്ടെയിൽ ഫ്രെയിംസിന് വേണ്ടി ഞാൻ ബിപിൻ KS, ക്യാമറയ്ക്ക് പിന്നിൽ അവിനാഷ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ.